LSS പരീക്ഷയ്ക്ക് സ്ഥിരമായി കണ്ടുവരുന്ന പാറ്റേണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ വ്യത്യസ്തമായ ഒരു ചോദ്യം ഇന്ന് നമ്മൾക്ക് പരിചയപ്പെടാം. ചോദ്യം ഇതാണ്, നോക്കൂ. ഒന്നാമത്തെ വരി 5, 6, 7, രണ്ടാമത്തെ വരി 8, 9, 10, 11, 12, 13. ഇങ്ങനെ 3 വരികളിലാണ് ഈ പാറ്റേൺ തന്നിരിക്കുന്നത്. ഇതിലെ 10ാമത്തെ വരിയാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അതാണ് ചോദ്യം. എങ്ങനെ കണ്ടെത്തും നോക്കാം. ഇതിലെ 5 ആണ് തുടങ്ങുന്നത്. അതുപോലെ രണ്ടാമത്തെ വരി തുടങ്ങുന്നത് 8-ൽ നിന്നാണ്. മൂന്നാമത്തെ വരി തുടങ്ങുന്നത് 11-ൽ നിന്നാണ്. ആദ്യത്തെ നമ്പർ കിട്ടിയാൽ നമ്മൾക്ക് ബാക്കിയുള്ളത് തുടർച്ചയായ നമ്പറുകൾ ആയതുകൊണ്ട് നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മളൊന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 5, 8, 11. അതൊന്ന് ഇങ്ങോട്ട് മാറ്റി എഴുതാം. 5, 8, 11. ഇതിലെ 10ാമത്തെ നമ്പറാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. 10ാമത്തെ നമ്പറാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഒന്നാമത്തെ നമ്പറാണ് ഇത്. 2, 3. ഇതിലെ 10ാമത്തെ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആദ്യം ഇതിലെ വ്യത്യാസം നമ്മൾക്ക് നോക്കാം. 5-ൽ നിന്നും 8-ലേക്ക് എത്താൻ വേണ്ടി എത്രയാണ് വ്യത്യാസം? അതിനെന്താ ചെയ്യുക? 8 - 5 = 3. ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസം 3 ആണ്. 11-ൽ നിന്ന് 8-ലേക്ക്, 8-ൽ നിന്ന് 11-ലേക്കുള്ള വ്യത്യാസം എത്രയാണ്? അതും 3 ആണ്. അപ്പോ ഇതിലെ വ്യത്യാസം 3 ആണ്. ഇതിൽ 3 നമ്പറുകളെ കൊടുത്തിട്ടുള്ളൂ. 10ാമത്തെ നമ്പർ നമ്മൾക്ക് കിട്ടണം. ഇനി ഇവിടേക്ക് നോക്കൂ. 5-ൽ നിന്ന് 8 ലഭിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? 5-നോട് കൂടെ എന്ത് കൂട്ടിയപ്പോഴാണ് 8 എത്തിയത്? 5-നോട് കൂടെ 3 കൂട്ടിയപ്പോൾ. എത്ര 3 കൂട്ടി? ഒരു 3 കൂട്ടിയപ്പോൾ 8 കിട്ടി. 5-നോട് കൂടെ ഒരു 3 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടി. മൂന്നാമത്തെ നമ്പർ കിട്ടാൻ എത്ര 3കൾ കൂട്ടേണ്ടി വരും? 2 3കൾ കൂട്ടേണ്ടി വരും. 2 3കൾ കൂട്ടിയാൽ മൂന്നാമത്തെ നമ്പർ കിട്ടുമെങ്കിൽ, നാലാമത്തെ നമ്പർ കിട്ടാൻ എത്ര 3കൾ കൂട്ടേണ്ടി വരും? 3 3കൾ കൂട്ടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ നമ്പർ കിട്ടാൻ 4 3കൾ കൂട്ടേണ്ടി വരും. 6ാമത്തെ നമ്പർ കിട്ടാൻ 5 3കൾ കൂട്ടേണ്ടി വരും. അങ്ങനെ ഇരിക്കെ 10ാമത്തെ നമ്പർ കിട്ടാൻ എത്ര 3കൾ കൂട്ടേണ്ടി വരും? 9 3കൾ കൂട്ടേണ്ടി വരും. അപ്പൊ നമുക്ക് 5-നോട് കൂടെ 9 3കൾ, 9 ഗുണിക്കണം 3, ഇത് കൂട്ടിയാൽ നമ്മൾ ഉത്തരം ലഭിക്കും. ചെയ്തു നോക്കാം. 5 + 9 3 എത്രയാണ്? 27. അപ്പൊ ആൻസർ എത്ര കിട്ടി? 32 ആണ് 10ാമത്തെ വരിയിലെ ആദ്യത്തെ നമ്പർ. 32 ആകുമ്പോൾ അടുത്ത നമ്പർ എത്ര ആയിരിക്കും? 32 ആകുമ്പോൾ അടുത്ത നമ്പർ 32, 33, 34. ഇതാണ് 10ാമത്തെ വരിയിലെ നമ്പർ. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മൾക്ക് 10ാമത്തെ വരിയിലെ നമ്പറാണ് കിട്ടിയത്. ഇനി ഈ പാറ്റേണിലെ 21ാമത്തെ വരിയിലെ നമ്പർ എങ്ങനെ കിട്ടും? 5-നോട് കൂടെ എത്ര 3കൾ കൂട്ടേണ്ടി വരും? 21ാമത്തെ നമ്പർ ആയതുകൊണ്ട് 20 3കൾ കൂട്ടേണ്ടി വരും. 20 3കൾ കൂട്ടിയാൽ 21ാമത്തെ നമ്പർ കിട്ടും. നോക്കൂ. 5 കൂട്ടണം 20 3 60 = 65 ആണ് 21ാമത്തെ വരി. അപ്പോൾ തൊട്ടടുത്ത സംഖ്യ 66, 67. ഈ 3 നമ്പറുകളായിരിക്കും 21ാമത്തെ വരിയിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം. 101ാമത്തെ വരി. ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. 101ാമത്തെ വരിയാണെങ്കിൽ 5-നോട് കൂടെ 100 3കൾ കൂട്ടേണ്ടി വരും. 100 3കൾ കൂട്ടേണ്ടി വരും. അപ്പോൾ 5 + 300 = 305 എന്ന് ആദ്യത്തെ നമ്പർ കിട്ടും. 305 ആണെങ്കിൽ 306, 307, അങ്ങനെ 3 നമ്പറുകളായിട്ട് 101ാമത്തെ വരി. ഇങ്ങനെ ഏത് നമ്പറുകളും ഏത് വരിയിലെ നമ്പറുകളും നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻ പരിചയപ്പെടാം. a + n - 1 × d എന്നതാണ് ഈ ഇത്തരം കണക്കുകൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിലെ a എന്താണ്? a എന്ന് പറയുന്നത് ആദ്യ പദം. നമ്മുടെ ശ്രേണിയിലെ പാറ്റേണിലെ ആദ്യ പദം. ഇവിടെ ഈ പാറ്റേണിലെ ആദ്യ പദം ഏതാണ്? a എന്ന് പറയുന്നത് 5 ആണ്. 5. അതുപോലെ d എന്ന് പറയുന്നത് ഈ പാറ്റേണിലെ വ്യത്യാസമാണ്. പൊതുവ്യത്യാസം, ഡിഫറൻസ്. അതായത് 5-ൽ നിന്ന് 8-ലേക്കുള്ള വ്യത്യാസം, 8-ൽ നിന്ന് 11-ലേക്കുള്ള കോമൺ ആയിട്ടുള്ള വ്യത്യാസം 3 ആണ്. അതുകൊണ്ട് ഈ പാറ്റേണിലെ d എന്ന് പറയുന്നത് 3. അതുപോലെ n എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തേണ്ട നമ്പർ. എത്രാമത്തെ? 10ാമത്തെ വരിയാണല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇവിടുത്തെ n എന്ന് പറയുന്നത് 10 ആണ്. ഇനി ഇക്വേഷനിലേക്ക് ഓരോ നമ്പറുകളായിട്ട് നമുക്ക് എഴുതി നോക്കാം.
എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 5 ആദ്യത്തെ പദം, അതിനോട് കൂടെ n എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തേണ്ടത് 10ാമത്തെ വരിയാണ്. അപ്പം 10 മൈനസ് 1 ഇൻറ്റു പൊതുവ്യത്യാസം അഥവാ ഡി 3. ഇനി ഇതിനെ ഒന്നും കൂടെ താഴോട്ട് എഴുതാം. 5 കൂട്ടണം 10 മൈനസ് 1 എന്ന് പറയുന്നത് 9 ഗുണിക്കണം 3. അപ്പോ 9 ഗുണിക്കണം 3 നേരത്തെ നമ്മൾ കണ്ടെത്തിയതുപോലെ തന്നെ 10ാമത്തെ നമ്പർ കിട്ടാൻ 9 3 കൂട്ടണം. ഇതിലേക്കാണ് ഈ ഇക്വേഷനിലൂടെ നമ്മൾ എത്തിച്ചേർന്നത് അല്ലെ. അപ്പൊ ഇതിനെ ഒന്നും കൂടെ ചെറുതാക്കാം. 5 കൂട്ടണം 9 3 എന്ന് പറയുന്നത് 27. അപ്പോ സമം 32 ആണ് 10ാമത്തെ വരിയിലെ 1ാമത്തെ നമ്പർ. അപ്പൊ ബാക്കി നമ്പറുകൾ 33 34. ക്ലിയർ ആയല്ലോ. 2016 ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് പരിചയപ്പെടാം. 1ാമത്തെ വരി 1 2 3 4 5. 2ാമത്തെ വരി തുടങ്ങുന്നത് 6 7 8 9 10. പിന്നെ 11 12 13 14 15. ഇങ്ങനെ തുടർന്ന് എഴുതിയാൽ 10ാമത്തെ വരിയിലെ അവസാനത്തെ നമ്പർ ഏതായിരിക്കും? ഇതാണ് ചോദ്യം. ഇതിന്റെ അവസാനത്തെ നമ്പറുകൾ 1 5 10 15 ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ 10ാമത്തെ വരിയിലെ നമ്പറാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ ഒരു നമ്പറിനെ നമ്മൾക്കൊന്ന് മാറ്റി എഴുതാം. 5 10 15 ഇങ്ങനെ പോയിട്ട് 10ാമത്തെ നമ്പറാണ് നമ്മൾക്ക് കിട്ടേണ്ടത്. ഇവിടെ രണ്ട് രീതിയിൽ ചെയ്യാം. ഇതൊരു 5ന്റെ ഗുണിതമാണ്. അപ്പോ 10 5 50 എന്ന് നമുക്ക് കിട്ടും. എന്നാലും നമ്മൾ നമ്മുടെ ഇക്വേഷൻ പ്രകാരം തന്നെ നമുക്ക് നോക്കാം. ഇതിന്റെ വ്യത്യാസം നോക്കൂ. 5ൽ നിന്ന് 10ലേക്കുള്ള വ്യത്യാസം എത്രയാണ്? 5. 10ൽ നിന്ന് 15ലേക്ക് 5. അപ്പൊ ഇതിലെ വ്യത്യാസം 5 ആണ്. അതുപോലെ ആദ്യത്തെ സംഖ്യയും 5 തന്നെയാണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഒന്ന് പ്രയോഗിച്ച് നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്നത് ആദ്യ സംഖ്യ 5. 5 കൂട്ടണം. അതുപോലെ n എന്ന് പറയുന്നത് നമുക്ക് 10ാമത്തെ നമ്പറാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് 10 മൈനസ് 1. പിന്നെ ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 5. അതുകൊണ്ട് 5. അപ്പോൾ ഇനി ബാക്കി ചെയ്യാം. 5 പ്ലസ് 10 മൈനസ് 1 എന്ന് പറയുന്നത് 9 ഗുണം 5. 9 ഗുണം 5 എത്രയാണ്? 45. അപ്പൊ 5 പ്ലസ് 45 സമം 50. ഇത് നമുക്ക് ഇതിന്റെ ഗുണനപ്പട്ടിക എടുത്താലും കിട്ടും. കാരണം ഇവിടെ 5 കൊണ്ട് തുടങ്ങുന്നു, വ്യത്യാസം 5 ആണ്. അതുകൊണ്ട് 5 10 15 ഇവിടെ ഒരു ഗുണനപ്പട്ടികയുടെ പാറ്റേണിലാണ് തന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഗുണനപ്പട്ടിക 10 5 50 എന്ന രീതിയിലും ഇത് കണ്ടെത്താം. നമ്മുടെ ഇക്വേഷൻ പ്രകാരവും ഇത് കണ്ടെത്താം. അപ്പൊ നമ്മുടെ ചോദ്യം ഏത് രീതിയിലാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇക്വേഷൻ പ്രയോഗിക്കുക. അതുപോലെ തന്നെ 1ാമത്തെ സംഖ്യ നമുക്ക് എടുത്തുകൊണ്ടും ഈ പാറ്റേണിലെ 10ാമത്തെ വരിയിലെ ആദ്യ നമ്പർ കണ്ടെത്താൻ കഴിയും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവസാനത്തെ നമ്പറാണ് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് അവസാനത്തെ നമ്പറിന്റെ പാറ്റേൺ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഓക്കെ, താങ്ക് യു.